അസ്സലാമു അലൈക്കും. വിശുദ്ധ ഖുർആനിലെ 18ാമത്തെ സൂറത്താണ് സൂറ അൽ കഹ്ഫ്. സൂറ അൽ കഹ്ഫിൻ്റെ നേട്ടങ്ങളും പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട ഈ സൂറത്തിൽ 110 ആയത്തുകളാണുള്ളത്. കഹ്ഫ് എന്നാൽ ഗുഹ എന്നാണ് അർത്ഥം. ഇതിലെ വചനങ്ങളിൽ ഗുഹയിൽ അഭയം നേടിയ ഒരു കൂട്ടം വിശ്വാസികളെ സംബന്ധിച്ച് വിവരിക്കുന്നതിനാലാണ് ഈ അദ്ധ്യായത്തിന് സൂറത്തുൽ കഹ്ഫ് എന്നു പേര് ലഭിക്കാൻ കാരണം. ഏകദൈവ വിശ്വാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഹൃദയസ്പർശിയായ ഓർമ്മപ്പെടുത്തലായി സൂറ അൽ കഹ്ഫ് പ്രവർത്തിക്കുന്നു എന്നതിനാൽ ഇതിന് പ്രാധാന്യമുണ്ട്. സൂറത്തുൽ കഹ്ഫ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറത്ത് ശ്രദ്ധിക്കുകയും നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കുകയും ചെയ്യണമെന്ന് പ്രോത്സാഹിപ്പിച്ചു. സൂറത്തുൽ കഹ്ഫ് പ്രവാചകത്വത്തിന്റെ 8ാം വർഷത്തിനും 10ാം വർഷത്തിനും ഇടയിൽ അവതരിച്ച ഒരു മക്കൻ സൂറമാണ്. മുസ്ലിങ്ങൾക്കും ഇസ്ലാമിനും എതിരായ പീഡനം അതിൻ്റെ ഉച്ചസ്ഥായിലായിരുന്നപ്പോഴാണ് മദീനയിലേക്കുള്ള പലായനത്തിന് മുമ്പ് ഇത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെളിപ്പെടുത്തിയത്. ഇസ്ലാമിക ആത്മീയതയുടെ മണ്ഡലത്തിൽ സൂറ അൽ കഹ്ഫിന് ഒരു പ്രധാനവും ആദരണീയവുമായ സ്ഥാനമുണ്ട്. 110 വാക്യങ്ങളുള്ള ഖുർആനിലെ ഈ അദ്ധ്യായം അതിൻ്റെ ആഴമേറിയ പഠിപ്പിക്കലുകൾക്കും വിലപ്പെട്ട പാഠങ്ങൾക്കും പേരുകേട്ടതാണ്. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും ഇത് പാരായണം ചെയ്യുന്നു. അതിൻ്റെ ഗുണങ്ങൾ നിരവധിയാണ്. ഈ സൂറത്ത് വിവരണങ്ങളുടെയും ഉപമകളുടെയും മാർഗനിർദ്ദേശത്തിൻ്റെയും മനോഹരമായ മിശ്രിതമാണ്. സൂറയിലെ ഓരോ കഥയും സവിശേഷമായ ഉൾക്കാഴ്ചകളും ജ്ഞാനവും നൽകുന്നു. ഇത് അതിനെ അറിവിൻ്റെ ഒരു സംഭരണിയായി മാറ്റുന്നു. മതപരമായ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഗുഹയിൽ അഭയം നേടിയ ഒരു കൂട്ടം യുവ വിശ്വാസികളെക്കുറിച്ചുള്ള കഥ കാരണം സൂറ അൽ കഹ്ഫിനെ പലപ്പോഴും മാർഗനിർദ്ദേശത്തിൻ്റെ ഗുഹ എന്ന് വിളിക്കാറുണ്ട്. ജീവിതത്തിൽ പ്രതികൂല സാഹചര്യത്തിൽ നേരിടുന്ന മുസ്ലിങ്ങൾക്ക് ഈ കഥ ഒരു പ്രചോദനമായി വർത്തിക്കുന്നു. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നതിൻ്റെ പ്രധാന നേട്ടങ്ങളിലൊന്ന് വിശ്വാസത്തെ ശക്തിപ്പെടുത്തുക എന്നതാണ്. സൂറയിലെ കഥകളും ഉപമകളും അള്ളാഹുവിലും അവൻ്റെ മാർഗനിർദ്ദേശത്തിലുമുള്ള അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതുപോലെ ഭൂമിയിൽ ദജ്ജാലിൻ്റെ ആവിർഭാവം അന്ത്യദിനത്തിലേക്കുള്ള ഒരു പ്രധാന മുന്നോടിയാണ്. അന്ത്യകാലത്ത് പ്രത്യക്ഷപ്പെടുമെന്ന് പ്രവചിക്കപ്പെട്ട ദജ്ജാലിൽ നിന്നുള്ള ഒരു കവചമായി മുസ്ലിങ്ങൾ ഈ സൂറത്ത് പാരായണം ചെയ്യുന്നു. സൂറ അൽ കഹ്ഫിൻ്റെ പാരായണം ദൈവിക പ്രകാശം പ്രദാനം ചെയ്യുക മാത്രമല്ല, വരാനിരിക്കുന്ന പരീക്ഷണങ്ങളിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നും അഭയം തേടാനുള്ള ഒരു മാർഗമായും വർത്തിക്കുന്നു. ദജ്ജാലിൻ്റെ ഫിത്നയേക്കാൾ വലിയൊരു പരീക്ഷണം മനുഷ്യർക്ക് വേറെയില്ല. അതിൽ നിന്ന് വിശ്വാസിക്കുള്ള സംരക്ഷണമാണ് ഈ സൂറത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും ദജ്ജാലിനെ കാണുകയാണെങ്കിൽ അവൻ്റെ മേൽ സൂറത്തുൽ കഹ്ഫിൻ്റെ പ്രാരംഭ ഭാഗം ഓതുക. അവൻ്റെ ഫിത്നയിൽ നിന്ന് അത് നിങ്ങൾക്ക് സംരക്ഷണമാണ്. സൂറ അൽ കഹ്ഫ് ഏത് സമയത്ത് പാരായണം ചെയ്യുന്നതിനും ശ്രേഷ്ഠതയുണ്ടെന്ന് വ്യക്തം. അതിനു പുറമെ വെള്ളിയാഴ്ച ദിവസം ഈ സൂറത്ത് പാരായണം ചെയ്യുന്നതിന് പ്രത്യേകം ശ്രേഷ്ഠതയുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ അവൻ്റെ കാൽപാദം മുതൽ വാനോളം വരെ പ്രകാശം ഖിയാമത്ത് നാളിൽ അവന് ലഭിക്കുന്നതായിരിക്കും. ആ 2 ജുമുഅകൾക്കിടയിലുള്ള അവൻ്റെ പാപങ്ങളും പൊറുക്കപ്പെടുന്നതായിരിക്കും. മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുകയാണെങ്കിൽ അവന് അന്ത്യനാളിൽ പ്രകാശം ലഭിക്കും. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും സൂറത്ത് കഹ്ഫ് പാരായണം ചെയ്യാൻ മുസ്ലിങ്ങളെ പ്രബോധിച്ചിരുന്നു എന്നത് അറിയപ്പെടുന്ന ഒരു പാരമ്പര്യമാണ്. 110 ആയത്തുകളുള്ള സൂറത്ത് കഹ്ഫ് പാരായണം ചെയ്യാൻ സാധാരണയായി അരമണിക്കൂർ എടുക്കും. ഈ ആവശ്യ സമ്പ്രദായം നിങ്ങളുടെ വെള്ളിയാഴ്ച ദിനചര്യയിൽ ഫലപ്രദമായി ഉൾപ്പെടുത്തുന്നതിന് നിങ്ങളുടെ സമയം എങ്ങനെ നീക്കിവയ്ക്കാമെന്ന് പരിഗണിക്കുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ അടുത്ത വെള്ളിയാഴ്ച വരെ നിങ്ങൾക്ക് സർവശക്തന്റെ സംരക്ഷണ അനുഗ്രഹങ്ങളിൽ മുഴുകാൻ കഴിയും. സൂറത്തുൽ കഹ്ഫ് രാത്രിയിലോ ജുമുഅ ദിനത്തിലോ വായിക്കാവുന്നതാണ്. വ്യാഴാഴ്ച സൂര്യാസ്തമയത്തോടെ ജുമുഅ രാത്രി ആരംഭിക്കുകയും സൂര്യാസ്തമയത്തോടെ ജുമുഅ ദിവസം അവസാനിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഈ സൂറത്ത് വായിക്കാനുള്ള സമയം വ്യാഴാഴ്ച സൂര്യാസ്തമയം മുതൽ വെള്ളിയാഴ്ച സൂര്യാസ്തമയം വരെയാണ്. സൂറ അൽ കഹ്ഫ് സമ്പത്ത്, സമൃദ്ധി, വിനയം എന്നിവയെക്കുറിച്ചുള്ള പാഠങ്ങളും നൽകുന്നു. സൂറയിലെ ധനികന്റെയും ദരിദ്രന്റെയും കഥ ഭൗതിക സമ്പത്തിന്റെ ക്ഷണിക സ്വഭാവത്തെയും മറ്റുള്ളവരുടെ പ്രയോജനത്തിനായി സ്വന്തം വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ പ്രാധാന്യത്തെയും അടിവരയിടുന്നു. സൂറത്തുൽ കഹ്ഫ് അഗാധമായ അറിവിന്റെയും ജ്ഞാനത്തിന്റെയും ഉറവിടമാണ്. ഈ സൂറത്ത് വിശ്വാസികളെ ജീവിതകാലം മുഴുവൻ അറിവിനും ഗ്രാഹ്യത്തിനും വേണ്ടിയുള്ള അന്വേഷണത്തിൽ ഏർപ്പെടാൻ പ്രചോദിപ്പിക്കുന്നു. അറിവ് ഒരു ദൈവിക ദാനമാണെന്ന് ഇത് ഊന്നി പറയുകയും അത് ആത്മാർത്ഥമായി അന്വേഷിക്കാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഗുഹയിലെ യുവവിശ്വാസികളുടെ കഥ യുവാക്കൾക്ക് വിലപ്പെട്ട ഒരു പാഠമാണ്. വെല്ലുവിളികളും പ്രലോഭനങ്ങളും നേരിടുമ്പോൾ പോലും ഒരാളുടെ വിശ്വാസത്തിലും തത്വങ്ങളിലും വിശ്വസ്തത പുലർത്തേണ്ടതിൻ്റെ പ്രാധാന്യം ഇത് എടുത്തു കാണിക്കുന്നു. കൂടാതെ യുവാക്കളായ മുസ്ലിങ്ങൾക്ക് സൂറ അൽ കഹ്ഫിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നെഗറ്റീവ് സമപ്രായക്കാരുടെ സമ്മർദ്ദത്തെ ചെറുക്കാനും അവരുടെ വിശ്വാസങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കാനും കഴിയും. അവരുടെ വിശ്വാസം പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനും ശരിയായ തിരഞ്ഞെടുപ്പുകൾ നടത്താനും
ശക്തി നൽകുമെന്നത് ഇത് അവരെ ഓർമ്മിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ കഹ്ഫിനെ നമ്മുടെ വെള്ളിയാഴ്ച ദിനചര്യയുടെ ഒരു പതിവ് ഭാഗമാക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അള്ളാഹു നമ്മളെയെല്ലാം ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് രക്ഷിക്കുകയും നമ്മുടെ പാപങ്ങൾ പുറത്തു തരുകയും ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.